കഴിഞ്ഞ ദിവസം മലപ്പുറത്തുണ്ടായ ഒരു സംഭവം അത് വൈറലായി. കാരണം ഈ നജീബ് കാന്തപുരം എന്ന് പറയുന്ന ഈ MLA, പെരിന്തൽമണ്ണ MLAയുടെ കൂടെ നിൽക്കുന്ന പയ്യൻ, അവൻ ആസാമിൽ നിന്ന് അവരുടെ ഫാമിലി ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. വന്നിട്ട് ഒരു 3-4 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഇവൻ്റെ സംസാരം കണ്ടാൽ തന്നെ മലയാളിയാണ്. കാരണം അവൻ ശരിക്കും മലയാളം പഠിച്ചു, ഇവിടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ വാപ്പ ഒരു 6 മാസം മുമ്പ് ഇവൻ്റെ കൂട്ടുകാരനെ ഇതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടി ഇടിച്ച് മരിച്ചു. ആ മരണത്തിന് ശേഷം ഇവരുടെ കുടുംബം പുലർത്താൻ ഇവൻ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്. ഇവൻ പെരിന്തൽമണ്ണ അവിടുത്തെ ഒരു ബീച്ചിൽ ചായ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്ലോഗർ അവനായിട്ട് സംസാരിച്ചപ്പോഴാണ് ഈ ആളുകളെല്ലാം ഈ വിവരം ഇവനെപ്പറ്റി അറിഞ്ഞത്. കാരണം ഇവൻ ഇവിടെ വന്ന് ചായ വിറ്റിട്ട് വേണം അവൻ്റെ കുടുംബം പുലർത്താൻ. വീട്ടിൽ അവൻ്റെ ഒരു അനിയനുണ്ട്. അനിയൻ ഒരു കോളേജിൽ, അതായത് ഒരു അനാഥശാലയൊക്കെ ഉള്ള ഒരു കോളേജിൽ പഠിക്കുകയാണ്. പിന്നെ ഇവൻ്റെ ഉമ്മയുണ്ട്. ഉമ്മയ്ക്ക് സുഖമില്ല. അപ്പോൾ ആശുപത്രി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പോകുമ്പോൾ സ്കൂളിൽ പോകാൻ പറ്റില്ല. ഇത് വിറ്റിട്ട് വേണം ജീവിക്കാൻ. വീട് വാടക കൊടുക്കണം. ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്യും. അവൻ എന്നിട്ട് ഈ ബ്ലോഗർ ചോദിക്കുമ്പോൾ വിവരങ്ങളൊക്കെ വിശദമായി പറയുന്നുണ്ട്. എനിക്ക് 5 ചായ വിറ്റുള്ളൂ, അപ്പോൾ എന്താ ചായ വിൽക്കാൻ പറ്റാറുന്ന എനിക്കറിയില്ല, ആളുകൾ മേടിച്ചില്ല. അപ്പോൾ ഇതൊക്കെ ഈ സംഭവം ഈ വീഡിയോ എടുത്തിട്ട് ഇദ്ദേഹം ഇത് യൂട്യൂബിലൊക്കെ ഇട്ടു. അങ്ങനെ എല്ലാവരും പറഞ്ഞു. അവിടുത്തെ MLA അന്ന് രാത്രി തന്നെ ആ വീട്ടിൽ ചെല്ലുകയാണ്. ഇവൻ്റെ ഈ വിവരം അറിഞ്ഞിട്ട് ഈ ദുഃഖകരമായ ഈ വിഷയം അറിഞ്ഞതിന് ശേഷം MLA അവിടെ ചെന്ന മാതൽക്ക് മുട്ടി ഇവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇവരെല്ലാവരും MLAയുടെ കൂടെ 2-3 പേര് പാർട്ടി പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ ഈ കുട്ടിയെ പഠിപ്പിക്കാനും അതുപോലെ വീടിൻ്റെ താമസിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ഇതാണ് മലപ്പുറത്തിൻ്റെ സ്നേഹം. കാരണം വെച്ചാൽ ആ കുട്ടിയുടെ ആ അവസ്ഥ നമ്മൾ അവിടെ ചെന്ന വീഡിയോയിലൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം അത്രയ്ക്കും പരിതാപകരമായ അവസ്ഥയായിരുന്നു അവൻ്റെ. അപ്പോൾ ഇപ്പോൾ ആ കുട്ടിക്കൊരു സമാധാനം. കാരണം MLA ചെന്നു, വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ അവിടെ ചെന്നു. അവൻ്റെ വീടിൻ്റെ വാതിൽക്ക് മുട്ടി അവൻ ഇറങ്ങി വന്നു. ഇവർക്കും സങ്കടമായിപ്പോയി ഇതൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ. അവൻ്റെ വാപ്പെല്ലാം പയ്യനെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്, കുടുംബം നോക്കുന്നത്. അപ്പോൾ അതാണ് മലപ്പുറത്തിൻ്റെ സ്നേഹം.